നമസ്കാരം. മരീചികയിലേക്ക് സ്വാഗതം. നമ്മൾ മിക്ക കർമ്മങ്ങൾക്കും ദർഭ ഉപയോഗിക്കാറുണ്ട്. ദർഭ എല്ലാ സംഗതികളെയും ശുദ്ധി ആക്കുന്ന സംഗതികളാണെന്നാണ് ഹൈന്ദവ പുരാണം അനുസരിച്ച് വിശ്വാസം. ദർഭയ്ക്ക് ആ മാഹാത്മ്യം വരുവാനുള്ള കാരണം കശ്യപ മഹർഷിയുടെ 2 പത്നിമാരായിരുന്നു കദ്രുവും വിനതയും. ഇവർ തമ്മിലൊരിക്കൽ ഒരു പന്തയം വെച്ചു. ഉച്ചൈസ്രവസ് എന്ന കുതിരയുടെ വാല് കറുത്തതാണെന്ന് കദ്രുവും, വിനിത അല്ല, പൂർണ്ണമായും വെളുത്ത കുതിരയാണ് ഉച്ചൈസ്രവസ് എന്നും ബാധിച്ചു. പാലാഴി കടഞ്ഞപ്പോൾ ലഭിച്ചതാണ് ഉച്ചൈസ്രവസ്. കശ്യപൻ 2 മുട്ടകളാണ് വിനതയ്ക്ക് കൊടുത്തത്. 1000 മുട്ടകൾ കദ്രുവിനും കൊടുത്തു. കദ്രുവിൻ്റെ മുട്ടകളെല്ലാം വിരിഞ്ഞ് സർപ്പ കുഞ്ഞുങ്ങളായി പുറത്തു വന്നു. തൻ്റെ മുട്ട 400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിരിയാതെ വന്നപ്പോൾ വേദനയോടെ ദുഃഖത്തോടെ വിനത അത് ഒരെണ്ണം പൊട്ടിച്ചു നോക്കി. പകുതി മാത്രം വളർച്ചയെത്തിയ ഒരു കുട്ടിയായിരുന്നത്. ആ കുട്ടി അമ്മയോട് പിണങ്ങി ആകാശത്തിലേക്ക് പറന്നുയർന്നു. പറന്ന് ബാക്കി ഭാഗം രക്തമയമായിരുന്നു. അരയ്ക്ക് താഴേക്ക് പറന്നു ചെല്ലുന്ന വഴിക്കാണ് സൂര്യദേവനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം തൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ സൂര്യദേവൻ്റെ തേരാളിയാക്കി. സൂര്യദേവൻ ഉദിച്ചു വരുന്നതിന് മുമ്പ് അരുണവർണം എന്ന് കേട്ടില്ലേ? ആ അരുണനാണ്, അരുണൻ്റെ വസ്ത്രമാണ് ആ ചുമന്ന നിറത്തിൽ രക്തവർണത്തിൽ കാണുന്നത്. ആദ്യം മുൻപേ കാണുന്നത് തേരാളിയെ തന്നെയാണ്. അപ്പോൾ ആ തേരാളി വസ്ത്രമാണ് അരുണവർണമായി ആകാശത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി കാണുന്നത്. ഏതായാലും പിന്നീടുള്ള വർഷങ്ങൾ കാത്തു നിന്ന് ഗരുഡൻ ജനിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പായാണ് ഇവർ പന്തയം വെക്കുന്നത് ഉച്ചൈസ്രവസിൻ്റെ വാല് കറുത്തതാണെന്ന് കദ്രു പറയുകയും അങ്ങനെ തൻ്റെ മക്കളോട് പറഞ്ഞു. കദ്രു, മക്കളായ നാഗങ്ങളെ, നിങ്ങളെല്ലാവരും ചെന്ന് ഉച്ചൈസ്രവസിൻ്റെ വാലിൽ കറുത്ത നൂലുകൾ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കണം. ഇവർ അതനുസരിക്കുകയും ആകാശമാർഗം ദൂരെ നിന്ന് ഇവർ നോക്കിയപ്പോൾ, കദ്രുവും വിനീതയും നോക്കിയപ്പോൾ ഇവർ കണ്ടത് ഉച്ചൈസ്രവസിൻ്റെ വാല് കറുത്തതായിട്ട്. പന്തയത്തിൽ തോറ്റുപോയ വിനിതയോട് എന്നും എൻ്റെ ദാസിയായിട്ടിരിക്കുവാൻ കദ്രു ആജ്ഞാപിച്ചു. അന്ന് മുതൽ അവളെയും ചുമക്കണം, ഈ സർപ്പങ്ങളെയും ചുമന്നുകൊണ്ട് നടക്കേണ്ട ജോലിയായിരുന്നു വിനിതയ്ക്ക്. ഗരുഡനുണ്ടായതിന് ശേഷം ഗരുഡനും ഇതുതന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ വിനിത കദ്രുവിനോട് ചോദിച്ചു, ഈ ശാപമോക്ഷത്തിൽ നിന്നും മോചനം വരുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ശരി, ശാപമോചനം തരാം. പാലാഴി കടഞ്ഞ അമൃത് എടുത്തുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണം ദേവലോകത്തിൽ നിന്നും. ഗരുഡൻ അത് കേട്ട് ദേവലോകത്തിലേക്ക് പോവുകയും അവിടുന്ന് വളരെ സുരക്ഷിതമായിട്ട് വെച്ചിരുന്ന പൽചക്രങ്ങളുടെയും ക്രൂരസർപ്പങ്ങളുടെയും ഇടയിൽ നിന്ന് ഈ അമൃത കുംഭം കവർന്നെടുക്കുകയും ഇന്ദ്രനുമായി വലിയ യുദ്ധമുണ്ടാകുകയും വജ്രായുധം കൊണ്ട് ഗരുഡനെ വെട്ടുകയും ഗരുഡൻ്റെ ചിറകിൽ നിന്ന് തൂവലുകൾ അറ്റുപോവുകയും ചെയ്തു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇത് കൊണ്ടുവന്ന് ആര് ഭക്ഷിക്കുന്നു അവർ ദേവന്മാരുടെ ശത്രുക്കളായിത്തീരും. അതിനാൽ
ഇത് കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, ഞങ്ങളിത് കൊണ്ടുപോയി ഞാൻ എൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് അവിടെ സമർപ്പിക്കും. അങ്ങ് അവിടെ നിന്ന് ഇത് കവർന്നെടുത്തുകൊള്ളുക, അവർ ഭക്ഷിക്കുന്നതിന് മുമ്പായി. ആ പോകുന്ന പോക്കിലാണ് അന്നത്തെ കാലത്ത് നമ്മൾ തഴ കൊണ്ട് പായ ഉണ്ടാക്കുന്നതിന് പകരം ദർഭ പിരിച്ച് ചുറ്റി ഒരു തടുക്ക് പോലെ അല്ലെങ്കിൽ പായ പോലെ ഇരിക്കാൻ ആശ്രമങ്ങളിലൊക്കെ ഉണ്ടാക്കി വെക്കും. അതിലേക്ക് കൊണ്ടുവന്ന് അമൃതകുംഭം വെച്ചിട്ട് സർപ്പങ്ങളോട് പറഞ്ഞു, ഇതാ നിങ്ങൾ പറഞ്ഞ അമൃതകുംഭം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, എൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ. ശരി, ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഗരുഡൻ പറഞ്ഞു, നിങ്ങളെല്ലാം പോയി കുളിച്ച് മംഗളം പൂണ്ടുവന്ന് ദിവ്യമായ അമൃതിനെ ഭക്ഷിച്ചാലും. അപ്പോൾ ആദ്യം കഴിക്കണമെന്നുള്ള ആഗ്രഹത്താൽ എല്ലാ സർപ്പങ്ങളും തുള്ളിച്ചാടി കുളിക്കുവാനായി നദിയിലേക്ക് ഓടി. ഈ സമയം ഇന്ദ്രൻ വന്ന് ഈ അമൃതകുംഭം എടുത്തുകൊണ്ട് സ്വർഗലോകത്തിലേക്ക് പോയി. ഓടി വന്ന സർപ്പങ്ങൾ ചതിയിൽപ്പെട്ടുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അമൃതകുംഭം ഇരുന്ന ഭാഗങ്ങളിലൊക്കെ നാക്കി. അതിൻ്റെ സ്പർശനമേറ്റ ഭാഗങ്ങളിലെല്ലാം നക്കിയപ്പോൾ സർപ്പങ്ങളുടെ നാക്ക് രണ്ടായിട്ട് കീറിപ്പോയി. അങ്ങനെ സർപ്പങ്ങളുടെ നാക്ക് രണ്ടായി കീറിപ്പോയി. ശേഷം ചതിക്ക് പകരം ചതി പറ്റിയതായി മനസ്സിലായി. പരമപവിത്രമായ ദർഭയിൽ പരമപവിത്രമായ അമൃതിൻ്റെ സ്പർശനത്താൽ ദർഭയുടെ കുലം മുഴുവൻ പവിത്രീകരിക്കപ്പെട്ടുപോയി. അതാണ് ദർഭ എവിടെ തൊടുന്നുവോ അവിടമെല്ലാം പവിത്രീകരിക്കപ്പെടും. ദർഭ തന്നെ ശമി, കുറുവ, ദർഭ, എഴുവ് ഇപ്രകാരം 4 വിധത്തിലാണ്, 4 ജാതിയിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ദർഭയ്ക്ക് മാഹാത്മ്യം ഉണ്ടാകുന്നത്, അമൃതിൻ്റെ സ്പർശനത്താൽ. ഭാഗവതത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, കാളിയൻ്റെ വിഷത്താൽ കാളിയൻ്റെ തീരത്തെല്ലാം നിന്ന വൃക്ഷലതാദികളെല്ലാം കരിഞ്ഞുപോയി. അങ്ങനെ കരിഞ്ഞുപോയപ്പോൾ കൃഷ്ണൻ കാളിയനെ പിടിക്കുന്നതിനായി ഒരു കടമ്പ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ചാടുന്നത്. അപ്പോൾ ഋഷികൾ ചോദിക്കും, കടമ്പ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറുന്നത് എങ്ങനെയാണ്? എല്ലാ വൃക്ഷങ്ങളും കത്തിക്കരിഞ്ഞു പോയിടത്ത് കടമ്പ വൃക്ഷം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചു. ഗരുഡൻ അമൃതവുമായി വരുന്ന വഴിക്ക് ഈ കടമ്പ വൃക്ഷത്തിൽ കയറിയിരുന്നൊന്ന് വിശ്രമിക്കുകയും അതിൽ നിന്നൊരു തുളുമ്പി കടമ്പ വൃക്ഷത്തിൽ വീഴുകയും ചെയ്തതുകൊണ്ട് കടമ്പ വൃക്ഷം മാത്രം കരിഞ്ഞുണങ്ങിപ്പോയില്ല. കടമ്പ വൃക്ഷവും പവിത്രീകരിക്കപ്പെട്ടു. ഇതാണ് ദർഭയുടെ മാഹാത്മ്യം. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചിലർ ചോദിക്കും, എന്തിനാണ് ദർഭ കൊണ്ട് തന്നെ പവിത്രം കിട്ടുന്നത്, മറ്റെന്തെങ്കിലും പുല്ലെടുത്താൽ പോരെ എന്നത്. ഈ കഥയോടുകൂടിയാണ് വ്യാസ മഹാഭാരതം തുടങ്ങുന്നത്. അപ്പം മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.